ശ്രീ അമൃത് കുമാർ വിദ്യാഭ്യാസ വിദഗ്ധനാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അമൃത് കുമാർ, എങ്ങനെയാണ് സർക്കാർ മുന്നോട്ട് വെച്ച ഈ ഒരു മാറ്റത്തെയും ഇപ്പോൾ കോടതി അത് തള്ളുമ്പോൾ കുട്ടികളുടെ ഭാവി അവതാളത്തിലായി നിൽക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കപ്പെടുന്ന കുട്ടികളൊക്കെയാണ്, അങ്ങ് എങ്ങനെയാണ് ഈ നിലവിലുണ്ടായിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെ ഈ ഒരു കൺഫ്യൂഷനെ കാണുന്നത്? നമ്മുടെ ഈ കുട്ടികളുടെ ഭാവി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് കുട്ടികൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികളും മറ്റൊന്ന് CBSE ICSE സിലബസിൽ പഠിച്ചിട്ടുള്ള കുട്ടികളും. അപ്പോ എനിക്ക് തോന്നുന്നത് ഈ പ്രോസ്പെക്ടസ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയുടെ നിർദ്ദേശത്തിന്റെയും പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ പ്രോസ്പെക്ടസ് കമ്മിറ്റിയുടെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ആ പ്രോസ്പെക്ടസ് എനിക്ക് തോന്നുന്നത് പരീക്ഷയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുൻപ് മാറ്റിയതാണ് ഇപ്പൊ വിവാദമായിരിക്കുന്നത്. ഇപ്പൊ പ്രശ്നമായിരിക്കും. കോടതി തള്ളിയിരിക്കുന്ന അതാണ്, ആ ഒരു നിലനിൽപ്പില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അകത്ത് ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ റിസൾട്ട് വന്നതിന് ശേഷം റിസൾട്ട് ഈ അധികാരികൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് റിസൾട്ട് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ പ്രോസ്പെക്ടസിന്റെ അകത്ത് ഏത് ക്ലോസ് വേണമെങ്കിലും മാറ്റാൻ പറ്റുമെന്നൊരു ഒരു ക്ലോസ് അതിന്റെ അകത്ത് വെച്ചിട്ടുണ്ട് പ്രോസ്പെക്ടിനകത്ത്. എന്നിരുന്നാൽ പോലും റിസൾട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാറ്റുന്നതിന്റെ അകത്തൊരു ഡിസ്ക്രിമിനേറ്ററി എലമെന്റ് വളരെ ക്ലിയർ ആയിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തിരിക്കുന്ന 1:1:1 എന്നുള്ള ഫോർമുല മാറിയിട്ട് 5:3:2 എന്ന് പറഞ്ഞ ഫോർമുലയിലേക്ക് വന്നു. അങ്ങനെ ഒരു ഫോർമുലയിലേക്ക് നമ്മൾ വരണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു പഠനം വേണം. എന്തുകൊണ്ടാണ് 5:3:2 ഫോർമുലയിലേക്ക് വന്നത് എന്നുള്ളതിന് കൃത്യമായ ഒരു ആൻസർ വേണം. ആ ആൻസർ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കൃത്യമായ ഒരു ആൻസർ ഈ കമ്മിറ്റിയുടെ കയ്യിൽ നിന്ന് ലഭ്യമല്ല. അങ്ങനെ ലഭ്യമാകുന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബോർഡിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ കുറച്ചുകൂടെ മുൻപോട്ട് കൊണ്ടുവരിക എന്നുള്ള ആശയമാണ്. അതിൻ്റെ അകത്ത് ഒരു തെറ്റ് പറയാനില്ല. എങ്കിൽ പോലും സ്റ്റേറ്റിലുള്ള പഠിച്ച കുട്ടികളും മുൻപോട്ട് വരേണ്ടതുണ്ട്. CBSE അതാണ്, അത് നല്ലൊരു ആശയം തന്നെയായിരുന്നു. നമുക്ക് സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി ഒരിക്കലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. വളരെ നല്ല ആശയമായിരുന്നു. പക്ഷേ അത് ഇപ്പൊ പറഞ്ഞ പോലെയാണ്, കളിക്ക് തൊട്ട് മുമ്പ് നിയമം മാറ്റുന്നതിന് പകരം ഇതിന്റെയൊക്കെ ആരംഭ ദിശയിൽ തന്നെ ഇതാണ്, കുട്ടികളൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്നത് തന്നെ ഈ നിലയിലാണ് ഇതിന്റെ ഭാവി എന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു അല്ലെ? ഇപ്പൊ എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഈ നമ്മുടെ പ്രവേശന പരിപാടികളൊക്കെ ആകെ ഒരു പ്രതിസന്ധിയിലാകുമോ? എങ്ങനെ നമുക്കിതിനെ മറികടക്കാൻ കഴിയും ശ്രീ അമൃത് കുമാർ? എനിക്ക് നമുക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ ഒരു നിശ്ചലാവസ്ഥ മാറുന്നതിന് വേണ്ടിയിട്ട് അനിവാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട യഥാർത്ഥമായിട്ട് എന്റെ അഭിപ്രായത്തിൽ ഈ വർഷം മിനിമം ആ പ്രോസ്പെക്ടസിൽ മുൻപോട്ട് വെച്ചിരിക്കുന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഏത് കോടതിയിൽ പോയാലും ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഒരു ഡിസ്ക്രിമിനേറ്ററി എലമെന്റ് വന്നിരിക്കും. നമ്മൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് വളരെ പോസിറ്റീവ്, പക്ഷെ അതിനുവേണ്ടി നമ്മൾ കുറച്ചുകൂടെ പ്ലാൻഡ് ആയിട്ട് ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. കാരണം ഈ ഡിസ്ക്രിമിനേറ്ററി എലമെന്റ് വന്നിരിക്കുന്നത് റിസൾട്ട് അറിഞ്ഞതിന് ശേഷമാണ് മാറുന്നത്. അതായത് കുട്ടികൾ അറിഞ്ഞതിന് ശേഷമല്ല, അധികാരികൾ റിസൾട്ട് അറിഞ്ഞതിന് ശേഷമാണ് മാറ്റാൻ തീരുമാനിച്ചത് എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷൻ ആണ്. ശരിക്കും ലീഗലി നിൽക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല യഥാർത്ഥത്തിൽ. ശരി, വളരെ നന്ദി ശ്രീ അമൃത് കുമാർ. അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്.